പല അമ്മമാരും പറയാറുണ്ട്, എന്റെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്. സ്കൂളുള്ള ദിവസങ്ങളിൽ അവനെ രാവിലെ എഴുന്നേൽപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ അവൻ താനെ എഴുന്നേൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. സ്കൂളിൽ പോയാൽ തന്നെ അവന് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. എന്നാൽ ക്ലാസ്സിൽ എടുക്കുന്ന പാഠങ്ങളൊക്കെ അവന് കാണാതെ പറയും. പക്ഷെ ആ പറയുന്ന കാര്യങ്ങളൊന്നും അവന് എഴുതാൻ അറിയില്ല. അത് പുസ്തകം നോക്കി വായിക്കാനോ അവന് അറിയില്ല. വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാകാം, ലേണിംഗ് ഡിസോർഡർ പഠന സംബന്ധമായ വൈകല്യങ്ങളാകാം, ADHD ഹൈപ്പർ ആക്റ്റീവ് അറ്റൻഷൻ ഡിസോർഡർ കൊണ്ടാകാം, മൊബൈൽ അഡിക്ഷൻ കൊണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നവരുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ, പഠിക്കാതിരിക്കുമ്പോൾ പാരന്റ്സ് അവരെ വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യും, നുള്ളുകയും ഒക്കെ ചെയ്യും. ചില കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി, യൂണിഫോം ഇട്ട് റെഡിയായി ഇറങ്ങുന്ന സമയത്തായിരിക്കും അവർക്ക് കാലുവേദനയുണ്ടാവുക, തലവേദനയുണ്ടാവുക, വയറുവേദനയാണെന്ന് പറയുക. ഇതൊക്കെ കണ്ടാൽ ഏതൊരു അമ്മമാർക്കും ദേഷ്യം വരികയും സങ്കടം വരികയും ചെയ്യും. അവരതുമൂലം കുട്ടികളെ വഴക്ക് പറയുകയും നുള്ളുകയും അടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ അതോർത്ത് അമ്മമാർക്ക് പിന്നീട് വിഷമങ്ങളും സങ്കടങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള അമ്മമാരെ നമുക്ക് ചുറ്റും ഒരുപാട് കാണാൻ കഴിയും. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കുട്ടികളിലെ സ്കൂളിലേക്കുള്ള മടിയും അവരുടെ പഠന കാര്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒന്നാമത്തേത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പൊതുവെ പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടാവില്ല. പഠിക്കാനുള്ള വിഷയത്തിലേക്ക്, ഏത് വിഷയമായാണോ കുട്ടികൾ പഠിക്കേണ്ടത് ആ വിഷയത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കുവാനുള്ള ടെക്നിക്കുകൾ പാരന്റ്സും അധ്യാപകരും മനസ്സിലാക്കണം. ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് മലയാളമാകാം, ചിലർക്ക് സയൻസ് ആകാം, ചിലർക്ക് സോഷ്യൽ ആവാം. അങ്ങനെ വ്യത്യസ്തതയുണ്ടാവും. കുട്ടികൾക്ക് ഓരോ വിഷയങ്ങളോടും പ്രത്യേകം താല്പര്യമുണ്ടായിരിക്കും. ആ വിഷയങ്ങൾ ഏതാണെന്ന് കണ്ടെത്തണം. രണ്ടാമതായിട്ട് അധ്യാപകരുടെ സമീപന രീതിയാണ്, അവർ ക്ലാസ് എടുക്കുന്ന രീതിയാണ്. ചില കുട്ടികൾക്ക് ചില അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരിക്കലും ഞാൻ 7ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഏറ്റവും ഇഷ്ടമെന്ന്. അപ്പൊ കുട്ടികളെന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല വിഷയം. പക്ഷെ ചിലർ പറഞ്ഞു ചിലർക്ക് കണക്കാണ് ഇഷ്ടം. അപൂർവം ചില കുട്ടികൾക്ക് കണക്കാണ് ഇഷ്ടം, ചിലർക്ക് ഇംഗ്ലീഷാണ് ഇഷ്ടം, ചിലർക്ക് സയൻസ് ആണെന്ന് ഇഷ്ടം. പക്ഷെ അവര് പ്രത്യേകമായിട്ടും എല്ലാ കുട്ടികളും കൂട്ടായി പറഞ്ഞത്, ചില അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് വളരെ നല്ല രസകരമായ രീതിയിലായിരിക്കും. അത്തരം ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ആ വിഷയം പഠിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടും, ഞങ്ങൾക്ക് ഇഷ്ടാവും. ഇഷ്ടപ്പെടാത്ത വിഷയമാണെങ്കിലും ഞങ്ങൾക്കത് ക്ലാസ്സിൽ കേട്ടിരിക്കാനൊക്കെ രസമായിരിക്കും, ഞങ്ങൾക്കത് ഓർമ്മയിലുണ്ടാകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അധ്യാപകരുടെ സമീപന രീതി, അവർ പഠിപ്പിക്കുന്ന രീതി കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലാണെങ്കിൽ കുട്ടികൾ വിഷയത്തെ ഇഷ്ടപ്പെടുകയും സ്കൂളിൽ പോകാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ പൊതുവെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാൻ ചില കുട്ടികൾക്ക് മടിയായിരിക്കും. മൂന്നാമതായി അക്കാഡമിക് സ്ട്രഗിൾ ആണ്. പേടിയും ആകുലതയും കാരണം കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കും. ഉദാഹരണമായിട്ട് പാഠഭാഗങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതെ വന്നാൽ അധ്യാപകർ വഴക്ക് പറയുമോ, അടിക്കുമോ എന്നൊക്കെയുള്ള പേടി, കുട്ടികൾ കളിയാക്കുമോ എന്നുള്ള പേടി, അതും കുട്ടികളെ സ്കൂളിൽ പോകാനുള്ള മടിക്ക് കാരണമാണ്. പിന്നെ സോഷ്യൽ സ്ട്രഗിളാണ്. കൂട്ടുകാരുമായി, ചില കുട്ടികൾക്ക് കൂട്ടുകാരുണ്ടാവില്ല, കൂട്ടുകാരുമായി സംസാരിക്കാൻ പേടി, കൂട്ടുകാരുമായി ഇടപെടാൻ പേടി, എല്ലാവരുമായി സഹകരിക്കാതിരിക്കുക, ഒറ്റപ്പെട്ട് നിൽക്കുക. അത്തരം കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പൊതുവെ മടിയാണ്. മറ്റൊന്ന് ഫാമിലി ഇഷ്യൂസ് ആണ്. കുടുംബത്തിലെ സാഹചര്യങ്ങൾ, ആ കുടുംബത്തിന്റെ അന്തരീക്ഷം, പാരന്റ്സിനിടയിലുള്ള കമ്മിറ്റ്മെന്റ്, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ഇതെല്ലാം കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുകയും അവരുടെ പഠനത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്.
കുട്ടികളുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് വീടാണ്. അവരുടെ ആദ്യത്തെ ടീച്ചർ പാരൻസുമാണ്. അപ്പം അവിടെ ശരിയായ രീതിയിലുള്ള, കുട്ടികൾക്ക് സന്തോഷകരമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അവിടെ കുട്ടികളുടെ പഠനത്തെ അത് സാരമായി തന്നെ ബാധിക്കും. പേടിയും ആകുലതയുമുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കാതിരിക്കുക. പാരൻസിനിടയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും സംസാരം ഉണ്ടാവുന്നതും കുട്ടികളുടെ മനസ്സിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. നമ്മൾ വിചാരിക്കും കുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. പക്ഷേ കുട്ടികൾ എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു എൻവയോൺമെന്റ് ഫാമിലിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠനത്തോട് താല്പര്യമുണ്ടാവുകയും സ്കൂളിൽ പോകാൻ മടിയൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും. മറ്റൊന്ന് മെന്റൽ സപ്പോർട്ടാണ്. എപ്പോഴും കുട്ടികളോട് ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയാൽ ദേഷ്യം പിടിക്കുക, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നന്നായിട്ട് എഴുതണേ, നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ നിനക്ക് അങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊക്കെയുള്ള ഭീഷണിപ്പെടുത്തലുകൾ, അതൊന്നും കുട്ടികൾക്ക് നേരെ കൊടുക്കാതിരിക്കുക. ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലും സാരമില്ല, അടുത്ത പരീക്ഷയിൽ നിനക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക. അവർ വാശി പിടിച്ചു കരയുന്ന കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക, വാശി പിടിക്കുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകാനുള്ള മടിയും ക്രമേണ കുറഞ്ഞു വരികയും നല്ലൊരു പഠന രീതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനും സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്യരുത്. കണ്ടോ, അവന് നല്ല മാർക്കുണ്ട്, അവന് സ്കൂളിൽ വരാൻ മടിയില്ല, അവന് നന്നായി പഠിക്കുന്നുണ്ട്, നല്ല സ്മാർട്ടാണ് എന്നൊക്കെ നിങ്ങൾ കുട്ടികളോട് പറഞ്ഞ് അവരെ നിങ്ങളുടെ സ്വന്തം കുട്ടികളെ നിരുത്സാഹപ്പെടുത്തരുത്. കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അത് അവരെ കൂടുതൽ പഠനത്തിൽ വീക്കാവാനും സ്കൂളിൽ പോകാൻ മടി കാണിക്കുവാനും കൂടുതൽ ഇടവരുത്തുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസ്. അവർക്ക് കൂട്ടുകാരുമായിട്ട് ഇടപെടാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കൂട്ടുകാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഗെയിംസിലും മറ്റു ആക്ടിവിറ്റീസിലും അവരെ ഉൾപ്പെടുത്തുക. കുട്ടികളിൽ പഠന വൈകല്യം ഉണ്ടോ എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കണം. റീഡിംഗ് പ്രോബ്ലംസ്, റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ്, മെമ്മറി ഇഷ്യൂ, അറ്റൻഷൻ പ്രോബ്ലംസ്, ചലഞ്ചിങ് മാത്സ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നേരത്തെ തന്നെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് വേണ്ട വിദഗ്ധരുടെ സഹായങ്ങൾ തേടുവാനും വിദഗ്ധരുടെ ഹെൽപ്പ് തേടുവാനും മടിക്കേണ്ടതില്ല. കുട്ടികളിലെ സോഷ്യൽ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരെ സമപ്രായക്കാരുമൊത്ത് കളിക്കുവാനും സംസാരിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഓരോ കുട്ടികൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. പഠിക്കുന്നില്ലെന്ന് കരുതി അവർ മോശക്കാരല്ല. ഒരിക്കലും കുട്ടികളെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാതിരിക്കാൻ പാരന്റ്സ് ശ്രദ്ധിക്കണം. കുട്ടിക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യപരവും മാനസികവും വൈകാരികവും ശാരീരികവും ആരോഗ്യപരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടും. അവർക്ക് പഠന വൈകല്യങ്ങൾ ഉണ്ടാവാം, സ്വഭാവ വൈകല്യങ്ങളും കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുമ്പോൾ അവരെ നിർബന്ധിച്ചും അടിച്ചും നുള്ളിയും വഴക്ക് പറഞ്ഞും സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് യാതൊരു കാര്യവുമില്ല. തുടർച്ചയായി അവർ മടി കാണിക്കുന്നുവെങ്കിൽ അത് കാര്യമായിട്ട് തന്നെ പാരന്റ്സ് എടുക്കേണ്ടതുണ്ട്. നല്ലൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിന്റെയോ ഹെൽപ്പ് തേടേണ്ടതുണ്ട്. കുട്ടികളുടെ പഠനപരമായിട്ടുള്ള വൈകല്യങ്ങളെ നേരത്തെ തന്നെ മനസ്സിലാക്കി ഒരു പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് തേടുകയാണെങ്കിൽ അവർക്ക് മികച്ച സപ്പോർട്ട് നൽകുകയും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നേടാനാവുകയും ചെയ്യും. ടേക്ക് കെയർ.